കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. പക്ഷേ ഇപ്പോഴെല്ലാ പണികളും പാളുകയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ജയിച്ചത് മുതൽ ട്രൂഡോയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ട്രംപിനെ കാണുവാൻ എത്തിയ ട്രൂഡോയുടെ മുൻപിൽ ട്രംപ് പറഞ്ഞത് വേണമെങ്കിൽ കാനഡ തങ്ങളുടെ 51ാമത്തെ സ്റ്റേറ്റായി ലയിപ്പിച്ചോളൂ എന്നാണ്. ഇതോടുകൂടി തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാനഡയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ശക്തി പ്രാപിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഖാലിസ്ഥാൻ പാർട്ടിയായ NDP അവരുടെ പിന്തുണ പിൻവലിച്ചിരുന്നെങ്കിൽ പോലും ജസ്റ്റിൻ ട്രൂഡോയെ നിലനിർത്തിയിരുന്ന ഈ പാർട്ടിയാണ്. 25 MPമാരുള്ള പാർട്ടിയാണ്. അതിൻ്റെ നേതാവ് ജഗ്മീർ സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രൂഡോ എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ട്രൂഡോ അധികം വൈകാതെ രാജിവെച്ച് പുറത്തു പോകും എന്ന് തന്നെയാണ്. കാരണം ആദ്യം ഇന്ത്യക്കെതിരെ വലിയ വിമർശനവുമായി ഉന്നയിച്ചുകൊണ്ട് വന്ന ആദ്യ സമയങ്ങളിൽ തന്നെ ട്രൂഡോയുടെ പാർട്ടിയിലുള്ള 30ഓളം MPമാർ ട്രൂഡോയ്ക്ക് താക്കീത് നൽകിയിരുന്നു. പലരും പിന്തുണ പിൻവലിച്ചിരുന്നു. ഇപ്പോൾ ട്രൂഡോയുടെ വലങ്കൈ എന്നറിയപ്പെടുന്ന അവരുടെ ധനകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് കൂടി കഴിഞ്ഞ ദിവസം രാജിവെച്ചിരിക്കുന്നു. ഇനി ട്രൂഡോയ്ക്ക് പിടിച്ചു നിൽക്കുക വഴികളൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരണത്തിൽ ഇരിക്കുവാനായി ട്രൂഡോ പിന്തുണയ്ക്കായി നോക്കിയിരുന്നത് ഖാലിസ്ഥാൻ്റെ പാർട്ടികളായിരുന്നു. അവരും ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. ഒപ്പം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ദയയും ട്രൂഡോയ്ക്ക് ഉണ്ടാകില്ല എന്ന് പരസ്യമായി തന്നെ ട്രംപ് പറയുന്നു. കാനഡ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുന്നു ട്രംപ് പറയുക മാത്രമല്ല, ഈ ട്രൂഡോയെ അപമാനിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂടെ ലയിച്ച് മുൻപോട്ട് പോകൂ എന്ന് പറയുന്നു. ട്രൂഡോ അവിടുത്തെ ജനങ്ങളുടെ മുൻപിൽ ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരിയായി മാറിയെന്ന് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന സർവേകളൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഏതായാലും ഇന്ത്യയിൽ ഒരു ശക്തമായ ഭരണം നിലനിൽക്കും. അമേരിക്കയിൽ ട്രംപ് കൂടി വരുന്നതോടുകൂടി ട്രൂഡോയ്ക്ക് ഇനി വേറെ മാർഗമില്ല, രാജിവെക്കും. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ രാജിയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാനഡയെ ഭരിച്ചിരുന്ന ഈ ട്രൂഡോയുടെ കാലത്ത് വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഇപ്പോൾ കാനഡയിൽ ഉള്ളതെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നു. ആ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളാണ് ആദ്യം തെരുവിലിറങ്ങിയത്. പിന്നീട് ട്രൂഡോയുടെ ഓരോ നിലപാടുകളും, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വലിയ രാജ്യങ്ങളെ വെറുപ്പിക്കുക, അമേരിക്കയ്ക്ക് എതിരെ അല്ലെങ്കിൽ ട്രംപിനെതിരെയുള്ള പ്രസ്താവനകൾ, ഇതെല്ലാം തന്നെ ട്രൂഡോ കുഴിച്ച കുഴിയിൽ ട്രൂഡോ തന്നെ വീഴുന്നു. അവസാന പിടിവള്ളിയായ ഖാലിസ്ഥാൻ കൂടി ഇപ്പോൾ ട്രൂഡോയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.